സംഭവിച്ച ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റേ ബേബി മെമ്മോറിയലിലെ കണ്ണൂർ ആശുപത്രിയിലാണ് ഈ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ ചുണ്ട് പൊട്ടി അതിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടെ നിന്ന് അത് അനസ്തേഷ്യ കൊടുത്തപ്പോൾ രോഗിക്ക് ഇത് കൂടുതലായതുകൊണ്ട് കോഴിക്കോട്ടേക്ക് മാറ്റി. ബേബി മെമ്മോറിയൽ തന്നെ അവിടെ വെച്ച് കുട്ടി മരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DMOനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പോലീസിനും റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. 100ഓളം കിടക്കകൾ ഇപ്പോൾ സജ്ജീകരിച്ച് കഴിഞ്ഞു. ഒരു 100 കൂടെ സജ്ജീകരിക്കുന്നുണ്ട്. പിന്നെ പനിയുടെ ക്ലിനിക്ക് ഇങ്ങോട്ട് മാറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മിനി IC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ രോഗികളെ ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇനി നിലത്ത് കിടത്തേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അതായത് ഈ ICU ഫെസിലിറ്റി ഉൾപ്പെടെ ഇവിടെ മിനി IC ആണ്. പൂർണ്ണ IC ഇവിടെ പറ്റില്ല. അതടക്കം ഇവിടെ സജ്ജമായിട്ടുണ്ട്. മിനിസ്റ്ററെ, ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 18 മണിക്കൂർ ഒരു സോഡിയം കുറഞ്ഞു വന്ന ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രോഗിക്ക് മതിയായ ചികിത്സ ലഭ്യമായില്ലെന്നൊരു പരാതി വന്നിരുന്നു. ഈ MLAയുടെ ശുപാർശ കിട്ടിയതിന് ശേഷമാണ് ചികിത്സ ഒരു സീനിയർ ഡോക്ടർ അവരെ പരിശോധിച്ചത് തന്നെ. ജൂനിയർ ഡോക്ടർമാർ പറയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്നാണ്. അല്ല, അങ്ങനെ ഇപ്പോഴും സിസ്റ്റത്തിനോട് വിമുഖത കാണിക്കുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ അതാത് രീതിക്ക് അനുസരിച്ച് കൈകാര്യം. എന്തെങ്കിലും നടപടി അന്വേഷണം അല്ല, അത് നോക്കട്ടെ. പരാതി കിട്ടിയാലൊക്കെ അന്വേഷിക്കും. കഴിയുന്നത്ര തിരുത്താൻ നോക്കും. നടപടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ സംഭവങ്ങൾ മനുഷ്യന്റെ ജീവനാണ് പ്രധാനം. സംഭവിച്ച ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റേ ബേബി മെമ്മോറിയലിലെ കണ്ണൂർ ആശുപത്രിയിലാണ് ഈ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ ചുണ്ട് പൊട്ടി അതിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടെ നിന്ന് അത് അനസ്തേഷ്യ കൊടുത്തപ്പോൾ രോഗിക്ക് ഇത് കൂടുതലായതുകൊണ്ട് കോഴിക്കോട്ടേക്ക് മാറ്റി. ബേബി മെമ്മോറിയൽ തന്നെ അവിടെ വെച്ച് കുട്ടി മരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DMOനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പോലീസിനും റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു.